താടി വടിക്കൽ ഹറാമാണ്. താടി വടിച്ചാലുള്ള ശിക്ഷ. ബാറക്കല്ലാഹു ഫീക്കും. താടിയുടെ ഹദീസുകളെല്ലാം കൽപ്പന രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു താക്കീത് നൽകുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഫല്യഹ്ദിറല്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ആകയാൽ അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർ അവർക്ക് വല്ല ഫിത്തനയും ബാധിക്കുകയോ അല്ലെങ്കിൽ വേദനയേറെ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നത് കരുതി സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇത് സൂറത്ത് നൂറിലെ 24-ാം അധ്യായം 63-ാം വചനാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർക്ക് വേദനയേറെ ശിക്ഷയുണ്ടാകും. ഇനി ശാപമുണ്ടാകുമെന്ന പദം ഖുർആനിലോ ഹദീസിലോ വന്നാൽ അത് നരകശിക്ഷയ്ക്ക് കാരണമാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസായി വൽ മുതശബ്ബിഹാത്തി മിനൻ നിസായി ബിർറിജാലി. അല്ലാഹുവിൻ്റെ ദൂതൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളോട് സാദൃശ്യം പുലർത്തുന്ന പുരുഷന്മാരെയും പുരുഷന്മാരോട് സാദൃശ്യം പുലർത്തുന്ന സ്ത്രീകളെയും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. ഇത് സഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസാണ്. രോഗമൊന്നുമില്ലെങ്കിൽ പുരുഷൻ്റെ പ്രകൃതി താടിയും സ്ത്രീയുടെ പ്രകൃതി താടി ഇല്ലാത്തതുമാണ്. നമ്മൾ ഇതുവരെ വായിച്ച ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നത് താടിയില്ലാത്ത പുരുഷൻ സ്ത്രീയോട് സാദൃശ്യപ്പെടുന്നു. അതിലൂടെ അവൻ ശാപത്തിനിരയാവുകയും ചെയ്യുന്നു. നരകശിക്ഷക്ക് കാരണമായേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഉദ്ധരിച്ച ആയത്തും ഹദീസും തെളിവാണ് താടി വടിച്ചാൽ ശിക്ഷയുണ്ട് എന്ന്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.